ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞത് പ്രിഫറൻസ് ഷെയർസിൻ്റെ കാര്യമാണ്. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓൾറെഡി നിങ്ങൾക്കറിയാം ഇതൊക്കെ, എന്നാലും നമ്മളുടെ സിലബസിലുണ്ട്, അപ്പോൾ വേഗം ഒന്നൊക്കെ ഓടിച്ചു പോകാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് റിഡീമബിൾ ആൻഡ് ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, കൺവെർട്ടബിൾ ആൻഡ് നോൺ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ളത് റിഡീമബിൾ ആൻഡ് ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപേബിൾ ടു ദ ഹോൾഡേഴ്സ് ഓൺ ദി എക്സ്പയറി ഓഫ് എ സ്പെസിഫൈഡ് പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇത്ര നാൾ കഴിഞ്ഞാൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ എക്സാക്ട് ടൈമിൽ വരുമ്പോൾ തിരിച്ചു കൊടുക്കുന്നതാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. മാക്സിമം അതിൽ തിരിച്ചു കൊടുക്കാനായിട്ട് പറയുന്ന കാലാവധി 20 ഇയേഴ്സ് ആണ്. ചില സമയത്ത് ഇങ്ങനെയുള്ള ഷെയർസ് ഒക്കെ ബിഫോർ മെച്യൂരിറ്റി 20 ഇയേഴ്സിനാണെങ്കിലും ചിലപ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് അത് ചിലപ്പോൾ റിഡീം ചെയ്തെന്ന് വരും. റിഡംഷൻ അറ്റ് പാറിൽ ചെയ്യാം, അതുപോലെ തന്നെ അറ്റ് പ്രീമിയത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ആ കാലഘട്ടത്തിലെ നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി ഇഷ്യൂനെ അറ്റ് പാർ എന്താണെന്ന് അറിയില്ലേ? ഫേസ് വാല്യൂ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് 20 ഇയേഴ്സ് വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധാരണ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഈ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ പെർപെക്ച്വൽ ഇൻ നേച്ചർ ആയിരിക്കും. അത് ശരിക്ക് ഇറിഡീമബിൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ജസ്റ്റ് ലൈക്ക് ആക്ട് ആസ് എ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അവരുടെ റിഡംഷൻ വൈൻഡിങ് അപ്പ് ഉള്ള സമയത്തായിരിക്കും കമ്പനീസ് ആക്ട് 2013 അങ്ങനെയുള്ള ഇറിഡീമബിൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റ് ചെയ്യുക, കഴിഞ്ഞ കൊല്ലത്തത് ഇതിലേക്ക് ആഡ് ചെയ്യുക, ഈ കൊല്ലത്ത് അടുത്തതിലേക്ക് ആഡ് ചെയ്യുക, അടുത്ത കൊല്ലത്തെ പിന്നത്തെ കൊല്ലത്തേക്ക് ആഡ് ചെയ്യുക, അങ്ങനെ 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 കൂട്ടി 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 പോകുന്നതിനെയാണ് ക്യുമുലേറ്റീവ് എന്നുള്ള വാക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്തുണ്ടായിരിക്കും? ഈ കൊല്ലം നമ്മൾക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനായിട്ട് പ്രോഫിറ്റ് ഇല്ല. അവർക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ല, എന്താ ചെയ്യുക? കൊടുക്കാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത കൊല്ലം തരാട്ടോ, ഇപ്പൊ ഒന്ന് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് അടുത്ത കൊല്ലത്തേക്ക് ആക്കാം. അടുത്ത കൊല്ലം എന്തുണ്ടാകും? ഈ കൊല്ലത്തെയും കൊടുക്കണം, അടുത്ത കൊല്ലത്തെയും കൊടുക്കണം. ഇനി അടുത്ത കൊല്ലം കൊടുക്കാൻ പറ്റില്ലെങ്കിലോ പിന്നത്തെ കൊല്ലത്തേക്ക് മാറ്റാം. അങ്ങനെ അത് എന്തായാലും എപ്പോഴായാലും എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് അതിൽ നിന്ന് വരുന്നത്. അങ്ങനെ ക്യുമുലേറ്റീവ് ചെയ്ത് വെക്കുന്നതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. അങ്ങനെ കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് ഒന്നും ഇല്ല, അങ്ങനെ ഡിവിഡൻഡ് കൊടുക്കാനായിട്ടില്ലെങ്കിൽ അൺപെയ്ഡ് ഡിവിഡൻഡ് ഇങ്ങനെ കുന്നുകൂടി കുന്നുകൂടി ഇങ്ങനെ എടുക്കും. ലാസ്റ്റ് ആവുമ്പോൾ നമുക്കത് അരിയർ ഡിവിഡൻഡ് ആയിട്ട് നമുക്കത് ക്ലെയിം ചെയ്യേണ്ടതായിട്ട് വരും. നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള അരിയർ ഒന്നും ഉണ്ടായിരിക്കില്ല. അവർക്ക് കമ്പനിക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പേ ചെയ്യുന്നില്ല. ഈ കൊല്ലം പ്രോഫിറ്റ് ഇല്ല, നിങ്ങൾക്ക് ഡിവിഡൻഡ് ഇല്ല. ഓക്കെ, അങ്ങനെയായിട്ട് പോകുന്നതാണ്. ഇനി അടുത്തത് കൺവെർട്ടബിൾ ആൻഡ് നോൺ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ആ പ്രിഫറൻസ് ഷെയർസിനെ നമുക്ക് ആരായിട്ട് കൺവെർട്ട് ചെയ്യാം? ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കൺവെർട്ട് ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അതൊക്കെ ഇവർക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. നോൺ നോൺ കൺവെർട്ടബിൾ ഷെയർസ് എന്ന് പറഞ്ഞാൽ അത് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് ഒരിക്കലും കൺവെർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്ത ടൈപ്പാണ് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് അവർക്ക് സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ, ഇഷ്ടം പോലെ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആർക്കാണ് അതിന്റെ അവകാശം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. പക്ഷെ ചില അവസരത്തിൽ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ സർപ്ലസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അത് വരുന്നത്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ശരിക്കുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള പേയ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഇക്വിറ്റി ഡിവിഡൻഡ് അവർക്ക് കൊടുക്കുന്നത്. സർപ്ലസ് പ്രോഫിറ്റ് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ. അഡ്വാൻറ്റേജസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിന്റെ അഡ്വാൻറ്റേജസ് ആണ്: പ്രിഫറൻസ് ഷെയർസ് ക്യാരി ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്.
പ്രിഫറൻസ് ഷെയർസ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ക്യാരി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് കുറച്ചും കൂടി അവർ സേഫാണ്. പ്രിഫറൻസ് ഷെയർസ് എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിഫറൻസ് ഷെയർസ് ലോങ് ടൈം ഫണ്ട്സ് റേസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ലിവറേജ്, നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ ലിവറേജ് ഉണ്ടാക്കാനായിട്ട്, നമുക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഓൾറെഡി നിങ്ങൾക്കറിയാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഓണേഴ്സ് ആണ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കുള്ള ഓണേഴ്സ് അല്ല, അവരുടെ ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫിക്സ്ഡ് ഡിവിഡൻഡ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് അധികം റൈറ്റ് ഉള്ളത്, വോട്ടിംഗ് റൈറ്റ് ഉള്ളതൊക്കെ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഓൺലി ഓൺ മാറ്റേഴ്സ് ഡയറക്ട്ലി അഫക്റ്റിംഗ് ദെയർ ഇൻട്രസ്റ്റ്. അവരെ ബാധിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇക്വിറ്റി ഷെയർസ് ഇൻവെസ്റ്റേഴ്സ് വില്ലിംഗ് ടു ടേക്ക് റിസ്ക് അവർക്കുള്ളതാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് നല്ലതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രോസ്പെരിറ്റി ഓഫ് ദ കമ്പനിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ സ്കോപ്പ് ഫോർ ഗെറ്റിംഗ് ഹയർ ഡിവിഡൻഡ് ഓർ എ ബോണസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അരിയേഴ്സിലൊന്നും ഒരു റൈറ്റ് ഉണ്ടായിരിക്കില്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിഡീം ചെയ്യാൻ പറ്റുന്നത് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്താണ്. പക്ഷെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് പീരീഡ് ആകുമ്പോൾ റിഡീം ചെയ്യാം. Equity shareholders have control over the management of the affairs of the company. Preference shareholders have no control over the management of the company. Equity shares are highly speculative. Preference shareholders are atra speculative alla. Nominal value of equity shares generally lower ആണ്. Preference shares ന്റെ nominal value compared to equity shares കുറച്ചും കൂടിയും ഹൈ ആണ്. ഓക്കെ, അടുത്തത് സെറ്റ് ടു ഇക്വിറ്റി ഷെയർസ് നെക്സ്റ്റ് ഡേ എടുക്കാം കേട്ടോ. Okay, thank you, my dear students.